ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവയിൽ ഏറ്റവും വേദനയുള്ളത് ഗാസയിലാണ്. അവിടെ കുട്ടികൾ കളിപ്പാട്ടം ആഗ്രഹിക്കുന്നത്. ഇന്ന് ജീവിക്കാൻ സാധിക്കുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവിടെ അമ്മമാർ യാത്രകളെ കുറിച്ച് കഥ പറയുന്നില്ല. മരിച്ച കുഞ്ഞിനെ എവിടെ അടക്കം ചെയ്യാം എന്നതാണ് അവരുടെ ചിന്ത. സ്കൂളുകൾ നിശബ്ദമാണ്. വീടുകൾ തകർന്നിരിക്കുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾക്ക് പകരം ഭയം പറക്കുന്നു. എന്റെ ഈ മോണാക്ട് ഞാൻ ഗാസിക്കായി സമർപ്പിക്കുന്നു. ഹലോ അമ്മ, നിങ്ങൾ വിളിച്ചിനോ? എന്താ പറ്റിയേ? പറ്റിയത് എനിക്കല്ല, അന്ന് നോക്കാ. എന്താ പറ്റിയേ? നൂറ, എന്താ പറ്റിയേ? എന്ത് പറ്റിയെന്ന് കേട്ടെ? അതൊന്നുമില്ല, ഛർദിച്ചതാ. അതൊന്നും വേണ്ടല്ലേ, ഒന്ന് ഛർദിച്ചതല്ലേ. ഇതൊരു വാപ്പാൻ പോവാ. സത്യാണ് നൂറ, അൽഹംദുലില്ലാഹ്. നൂറ കുഞ്ഞ് ചോള് രക്ഷിക്കണയാ. നൂറ പ്രസവിച്ചിട്ടോ? പെൺകുട്ടിയാണ്. മോനല്ലേ നിങ്ങളാണ് സ്വന്തം ജന്മ. കുഞ്ഞിനെ നൂറിൽ രക്ഷിക്കണേ. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം ഞാൻ കെട്ടിപ്പിടിച്ചിരുന്ന എന്റെ അമ്മമാന്റെ മാറിടം ചോരയിൽ അരിഞ്ഞുപോയി. എന്റെ അമ്മയുടെ കൈ അറ്റുപോയി. എന്റെ വാപ്പാന്റെ തല തുളച്ചുപോയി. എന്നെ പോലെ ജനിച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പ് മരിച്ച എത്ര കുട്ടികളുണ്ട്. ഞാൻ ജീവിച്ചത് വെറും ഒരു ദിവസം. എന്താ ഞങ്ങൾ ചിന്തിച്ച് ഇതേ സമയം വേറൊരു വീട്ടിൽ എന്റെ കളിപ്പാട്ടുകള് എന്താ കൂട്ടുകാർക്ക് കൊടുത്താൽ മതി. എന്റെ കുഞ്ഞുടുപ്പാള് എന്റെ അഞ്ചത്തിമാർക്ക് കൊടുക്കണം കേട്ടോ. എന്റെ ഷൂസോള് പാവപ്പെട്ടവർക്ക് കൊടുത്താൽ മറക്കല്ലേട്ടമ്മ. ഇതാ എന്റെ വസിയത്ത്. എന്താ ചെയ്ത് തെറ്റ്? മോൾക്ക് വലുതായിട്ട് ആരാവാനാണ് ആഗ്രഹം? അതിന് നിങ്ങൾ വലുതായിട്ട് വേണ്ടേ? അതിനു മുമ്പേ നിങ്ങൾ മരിക്കൂലേ? ഇന്ന് ജീവിച്ചിരിക്കുന്നതന്നെ ഒരു ഉറപ്പില്ല. എന്താ ഞങ്ങളെ പോലുള്ള കുഞ്ഞു കുട്ടികളെ ചെയ്ത് തെറ്റ്? ഞങ്ങൾ കൊല്ലുന്നത് ഇവിടുത്തെ ബോംബുകളല്ല, മനുഷ്യന്റെ മൗന. ഞങ്ങൾ ചോദിച്ചത് ഒരു വീടല്ല, ഞങ്ങൾക്ക് ഭയമില്ലാതെ സമാധാനത്തോടെ ഉറങ്ങാൻ ഒരു ഉറക്ക. എന്താ ഞങ്ങൾ ചെയ്തിട്ട്? അതെ, ഇതൊരു കഥയല്ല, യാഥാർത്ഥ്യമാണ്. ഒന്നും അറിയാത്ത പിഞ്ചു ബാല്യങ്ങളാണ് ഓരോ സെക്കൻഡിലും ഫലസ്തീനിൽ കത്തിയമരുന്നത്. ഓരോ മരണത്തിനും ആര് സമാധാനം പറയുന്നു? തീർച്ചയായും ഗാസയിൽ യുദ്ധം നടക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും മനുഷ്യരുടെ മനസ്സിൽ ഉദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വം എവിടെ പോയി?